अखण्डमण्डलाकारं व्याप्तं येन चराचरं तत्पदं പിന്നെ നമ്മൾ ഓർക്കുന്ന ദിവസം സാധാരണ അധ്യാപക ദിനമൊക്കെ നമ്മൾ ആചരിക്കാറുണ്ട്. ദേശീയ അധ്യാപക ദിനവും അതുപോലെ തന്നെ അന്തർദേശീയ അധ്യാപക ദിനവും നമ്മൾ ആചരിക്കാറുണ്ട്. എങ്കിലും അതിൽ നിന്ന് എന്താണ് ഗുരുപൂർണിമയ്ക്കുള്ള പ്രത്യേകത എന്നുള്ളതാണ്. സാധാരണയല്ല ആഷാഢ പൗർണമി ദിനത്തിൽ ആചരിക്കുന്ന ഗുരുപൂർണിമ. അപ്പൊ ആ ഗുരു എന്ന പദത്തിൽ നിന്ന് തന്നെ നമുക്കതിൽ നിന്ന് ആ ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാകും. ഗുശബ്ദമന്ധകാരസ്യാത് ഋഷബ്ദോ തന്നിരോധകം. ടീച്ചർ മുൻപ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗു എന്നാൽ അന്ധകാരമെന്നും രു എന്നാൽ അതിനെ നിരോധിക്കുന്നവനെന്നുമൊക്കെയാണ്. അപ്പൊ ഈ ദിനവും ഭഗവാൻ വ്യാസനും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ ലോകത്തിന്റെ തന്നെ പരമഗുരുവായി കാണുന്നത് ഭഗവാൻ വേദവ്യാസനെയാണ്. ചതുർവേദങ്ങളെയും സംഗ്രഹിക്കുകയും അഷ്ടാദശ പുരാണങ്ങളെ അദ്ദേഹം സംഗ്രഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാരതത്തിന്റെ ഇതിഹാസദ്വയങ്ങളിൽ ഏറ്റവും ബൃഹത്തായ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൃതിയായ മഹാഭാരതത്തിന്റെയും കൂടി കർത്താവാണ് ഭഗവാൻ വേദവ്യാസൻ. രാമോ രാജമണി സദാ വിജയത്തെ രാമം രമേശം ഭജേ രാമേണാഭിഹത നിശാചരജമു രാമായ തസ്മൈ നമഃ. രാമാത് നാസ്തി പരായണം പരതരം രാമസ്യ ദാസോസ്മ്യഹം. രാമോ ചിത്തലയം സദാ ഭവതു മേ
ഭോ രാമ മാം ഉദ്ധര. സംപൂജ്യരായ ഗുരുജനങ്ങളെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, ക്ഷണിതാക്കളെ, വിദ്യാർത്ഥികളെ, രക്ഷകർത്താക്കളെ, ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈ പാരമ്പര്യം ഒരിക്കലും പൊട്ടാത്ത കണ്ണികളിൽ കൂടെ ഇങ്ങനെ ലോകം ഉള്ളിടത്തോളം കാലം നിലനിൽക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസമായ മഹാഭാരമുള്ള മഹാഭാരതം രചിച്ച വ്യാസന്റെ ജന്മദിനമാണ് ഇന്ന്, ഗുരു പൂർണിമ. ലോകഗുരു എന്ന് ഉദ്ദേശിക്കുന്നത് ഈ വ്യാസനെ തന്നെയാണ്. 18 പുരാണങ്ങൾ, എല്ലാ ധർമ്മദർശനങ്ങൾ എല്ലാം എഴുതി മനുഷ്യരെ എന്നേക്കും കൃതകൃത്യരാക്കുന്നതിനും തെറ്റുകളിൽ നിന്ന് പിന്മാറുന്നതിനും എല്ലാം ഉപദേശിക്കുന്ന തത്വശാസ്ത്രങ്ങൾ. ഇതിൻ്റെ എല്ലാം അടിത്തറ 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതം തന്നെയാണ്. ശ്രീ വ്യാസഭഗവാൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. വ്യാസനെ ഒരു മഹാകവിയായിട്ട് മാത്രമല്ല, ഒരു ഗുരുവായിട്ട് മാത്രമല്ല, ലോകത്തിൻ്റെ നമ്മൾ കാണുന്ന യഥാർത്ഥ ഗുരുക്കളായ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരാദികളുടെ അതേ സ്ഥാനം തന്നെയാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. മഹാഭാരതം എഴുതിയ വ്യാസൻ പറഞ്ഞിട്ടുള്ളത്, യത് ഇഹ അസ്തി തദന്യത്ര യത്നേഹാസ്തി ന കുത്രചിത്. ഇതിലില്ലാത്തതൊന്നും ലോകത്തൊരിടത്തും കാണില്ല, ഇതിലുള്ളത് ലോകത്തെവിടെയും കണ്ടെന്നു വരും. അപ്പോൾ ഈ നമ്മുടെ വാൽമീകി 2ാമത് രാമായണം എഴുതി എങ്കിലും വാൽമീകിയാണ് ആദ്യം എഴുതിയ ആദ്യ കാവ്യം രാമായണമാണ്. അത് ത്രേതായുഗത്തിലാണ്. പിന്നീടാണ്, അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ വ്യാസഭഗവാന്റെ അവതരണം എല്ലാം. എങ്കിലും വ്യാസനും രാമായണം എഴുതിയിട്ടുണ്ട്, നമുക്ക് പലർക്കും അറിയാമായിരിക്കും. വ്യാസരാമായണത്തിന്റെ തർജ്ജമയാണ് നാം ഇന്ന് വായിക്കുന്ന ഈ അധ്യാത്മ രാമായണം. വാൽമീകി രാമായണത്തിന്റെ അല്ല. വാൽമീകി രാമായണത്തിന് 18,000 ശ്ലോകങ്ങളാണ് ഉള്ളത്. അതിനെ ഗായത്രി വൃത്തത്തിലാണ് എഴുതിയിട്ടുള്ളത്. ഓം ഭുവർ ഭുവസ്വ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാൽ എന്ന് പറയുന്ന മന്ത്രമാണ് ഗായത്രി മന്ത്രം. ഗാനം ചെയ്യുന്നവനെ ത്രാണനം ചെയ്യുന്നു, രക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഗായത്രി എന്ന പേര് കിട്ടിയിരിക്കുന്നത്. അതിൽ തത്സവിതുർവരേണ്യം എന്ന് തുടങ്ങുന്നത് മുതലാണ് ഗായത്രി. മറ്റതെല്ലാം അതിൻ്റെ വ്യാകൃതികൾ, അതിൻ്റെ വിശേഷണങ്ങളാണ്. അതുകൊണ്ട് അതുമുതലാണ് ഈ ഗായത്രിക്ക് 24 അക്ഷരമുള്ളത്. തത്സവിതുർവരേണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാൽ. അപ്പോൾ അത് തത്സവിതുർവരേണ്യം മുതലാണ് തുടങ്ങുന്നത്. ഇതില് ഓരോ അക്ഷരത്തിനും ശരാശരി 1000 ശ്ലോകങ്ങൾ കണക്കാക്കിയാണ് 24,000 ശ്ലോകം വാൽമീകി രാമായണത്തിനുള്ളത്. അപ്പോൾ വാൽമീകി രാമായണത്തിന് 24,000 ശ്ലോകങ്ങളാണ് ഉള്ളത്. അത് ഗായത്രി വൃത്തത്തിലാണ് എഴുതിയിട്ടുള്ളത്. ഈ ഗായത്രി എന്ന് പറയുന്നത് ഒരു വൃത്തമാണ്. സൂര്യ ഗായത്രി എന്നാണ് ഈ നാം പറയുന്ന ആ ഗായത്രിയുടെ പേര്, സൂര്യഗായത്രി. ഇങ്ങനെ ഋഗ്വേദത്തിൽ പറയുന്നത് 5555 ഗായത്രികൾ ഉണ്ടെന്നാണ്. വളരെ എണ്ണം നമുക്ക് ലഭ്യമാണ് ഇപ്പോഴും. അപ്പോൾ ഈ സൂര്യഗായത്രിയുടെ അർത്ഥം അത് ഒരു മതത്തിൻ്റെയോ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെയോ മാത്രമല്ല. ഈ സൂര്യഗായത്രിയുടെ അർത്ഥം എന്ന് പറയുന്നത് ഈ എല്ലാ ചരാചരങ്ങളെയും സംരക്ഷിക്കുന്ന അല്ലയോ ഭഗവാനെ, അങ്ങ് എന്നെയും നേർവഴിക്ക് നയിക്കണമേ എന്ന് മാത്രമാണ് അതിൻ്റെ ഒരർത്ഥം. അതിനൊരുപാട് അർത്ഥങ്ങളുണ്ടെങ്കിലും അതിൻ്റെ പൊതുവായിട്ടുള്ള അർത്ഥം അതാണ്. അപ്പോൾ സർവ്വചരാചരങ്ങളെയും ആ നന്മയിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഭഗവാനെ, എൻ്റെ അല്ലയോ സൂര്യ ഭഗവാനെ, അങ്ങ് എൻ്റെയും ബുദ്ധിയെ നേർവഴിക്ക് നയിക്കണമേ എന്നാണ് ഗായത്രി. അപ്പോഴത് ഗായത്രി ഒരു സർവദേശീയമായ ജാതി മത ഭേദ വ്യത്യാസമില്ലാത്ത ഒരു ധ്യാന മന്ത്രമാണ്. അപ്പോൾ ഇങ്ങനെ ഗണപതി ഗായത്രിയുണ്ട്, സരസ്വതി ഗായത്രിയുണ്ട്, ശിവഗായത്രിയുണ്ട്. ഇപ്പോഴ് വന്ന് അതിൻ്റെ മിശികാ ഗായത്രിയും അവരിതിനെ അനുകരിച്ച് എഴുതിയിട്ടുണ്ട്. അതുപോലെ അപ്പോഴങ്ങനെ ഈ വളരെ അധികം ആഴത്തിൽ മനുഷ്യ ഹൃദയങ്ങളിൽ വേരൂന്നിയ എല്ലാ സംസ്കാരത്തിൻ്റെയും അടിത്തറ പാകിയത് വ്യാസഭഗവാനാണ്. അതുകൊണ്ടാണ് വ്യാസൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത, വ്യാസൻ്റെ തത്വങ്ങൾക്ക് പ്രത്യേകത, വ്യാസൻ്റെ കൃതികൾക്കുള്ള പ്രത്യേകത ഇല്ല. മാത്രമല്ല
ഒന്നുകൂടെ പറയുന്നു, ലോകത്തെ ഏറ്റവും വലിയ ഇതിഹാസം. 1,25,000 ശ്ലോകങ്ങളാണ് മഹാഭാരതത്തിൽ ഉള്ളത്. മഹാഭാരതത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഭഗവത്ഗീത. നമുക്കറിയാം, ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്ന ഏത് വൈഷമ്യത്തെയും തരണം ചെയ്യുന്നതിനുള്ള ഒരു മഹാ പ്രാക്ടിക്കൽ ഗ്രന്ഥമാണ് ഭഗവത്ഗീത. പിന്നീട് നമ്മൾ ശബരിമല പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, തത്വമസി എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. അത് നീ ആകുന്നു. അത് 4 മഹാവാക്യങ്ങളുണ്ട്. അതിൽ 4ാമത്തെ വാക്യം തത്വമസി. അതും വ്യാസനിൽ നിന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ എല്ലാം കൊണ്ടും ഗുരു ശ്രേഷ്ഠനായ വ്യാസൻ. കേരളവാണി പറഞ്ഞിട്ടുള്ളത്, ഈ ചൊല്ലിക്കൊടുക്കുവതിന് ഒരാളിന് കെൽപ്പ് കൂടും, ഒരാളിന് പറഞ്ഞു മനസ്സിലാക്കാനുള്ള കഴിവ് കാണും, മറ്റു ചിലർക്ക് ഉള്ളിൽ ഗ്രഹിപ്പതിന് കെൽപ്പ് കാണും. അപ്പോൾ ഏവന് രണ്ടിലും ഒരേ വിധ കെൽപ്പ് കാണും. ആ വൻപനാണ് ഗുരുനാഥ പദത്തിനർഹൻ. ചിലർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും, പക്ഷെ പറഞ്ഞു ഫലിപ്പിക്കാൻ അത് വ്യക്തമാക്കി മനസ്സിലാക്കാൻ കഴിയില്ല. ചിലർക്ക് അതിന് കഴിയും, പക്ഷേ വിവരങ്ങളെ അതിൻ്റെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയില്ല. ഏവന് രണ്ടിലും ഒരേ വിധ കെൽപ്പ് ഉള്ളത് ആ വൻപനാണ് ഗുരുനാഥ പദത്തിനർഹൻ. അതായത് മനസ്സിലാക്കുന്നതിനും അതിനെ ശരിയായ രീതിയിൽ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്നതിനും ഉള്ള കഴിവുള്ളയാളെ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ മുഴുക്കെ അത് തന്നെയാണ്. അറിവിൻ്റെ ആ കുത്തക അതിനെ പല ആളുകളും എടുത്തു വച്ചിരിക്കുന്നു. ആ അറിവാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആ അറിവിനെ പറ്റിയാണ് കുഞ്ഞത്തമ്പ്യാർ പറഞ്ഞിട്ടുള്ളത്, കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറും ഏറിടും. നമ്മൾ ഒരു വിദ്യാഭ്യാസം കൊടുക്കും തോറും നമുക്കുള്ള അറിവ് വർദ്ധിച്ചു വരും. മേന്മ നൽകും മരിച്ചാലും. അതുകൊണ്ട് വിദ്യ തന്നെ മഹാധനം. 1963 ഞാൻ തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജിൽ പഠിക്കുമ്പോൾ അന്നത്തെ വാർഷികത്തിൽ നമ്മുടെ ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ കുട്ടിക്ക് സ്റ്റുഡൻറ്റിന് ഉള്ള 3 ഡ്യൂട്ടി, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദി ഫസ്റ്റ് ഡ്യൂട്ടി ഓഫ് എ സ്റ്റുഡൻറ്റ് ഈസ് ടു സ്റ്റഡി. ദി സെക്കൻഡ് ഡ്യൂട്ടി ഓഫ് എ സ്റ്റുഡൻറ്റ് ഈസ് ടു സ്റ്റഡി. അദ്ദേഹം പറഞ്ഞത്, ദി തേർഡ് ഡ്യൂട്ടി ഓഫ് എ സ്റ്റുഡൻറ്റ് ഈസ് ആൾസോ ടു സ്റ്റഡി. അപ്പോൾ ഈ കുട്ടിയുടെ, ഞാൻ വളരെ ശ്രദ്ധിച്ചിരിക്കും, 3 ഡ്യൂട്ടികളും പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. ജവഹർലാൽ നെഹ്റു സംസാരിച്ചിട്ടുള്ളതാണ്. അതിൽ പങ്കെടുക്കാനൊക്കെ ഞാനിവിടെ പഠിച്ചിരുന്നുകൊണ്ടുള്ള ഭാഗ്യമുണ്ടായി. അതുപോലെ പിന്നെ 1-2 കാര്യം കൂടെ പറയാനുള്ളത്, നമ്മൾ ഈ കുട്ടികളെ, അവർക്ക് അറിവില്ലാത്ത ഒരു പ്രായത്തിൽ പല തെറ്റുകളും ചെയ്യും. നമ്മളുടെ ശിക്ഷണങ്ങളൊന്നും വളരെ കഠിനമായി കൂടാ, എന്നാൽ ശിക്ഷിക്കാതിരിക്കാനും ഒക്കെ ഇല്ല. അതുകൊണ്ട് നമ്മൾ വളരെ പാകതയോടുകൂടി അവർക്ക് മനസ്സിലാകത്തക്കവണ്ണം അവരെ ഉപദേശിച്ച് നല്ല രീതിയിലേക്ക് കൊണ്ടെത്തിച്ചാൽ മാത്രമേ സാധ്യമുള്ളൂ. അത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പുരാണത്തിൽ ഒക്കെ ചില ഗുരുക്കന്മാരുടെ ഒരു സുകുമാര ഗുരുവിൻ്റെ കാര്യം ഒക്കെ നമ്മൾ ശ്രീകൃഷ്ണവിലാസം കാവ്യം എഴുതിയിട്ടുള്ള ഒരു സുകുമാര കവിയുടെ കഥയുണ്ട്. ആ കാവ്യം, അത് ഈ സുകുമാരൻ വളരെ മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു. കാവ്യം എന്തെങ്കിലും ഒരിക്കൽ സമയമുണ്ടെങ്കിൽ അത് വായിക്കാം എന്നേ ഉള്ളൂ. അതിൽ മിടുക്കനായ ഈ വിദ്യാർത്ഥി വീണ്ടും മിടുക്കനാവണം എന്നുള്ള ഒരു ധാരണയായിരുന്നു ഗുരുവിനുണ്ടായിരുന്നത്. അതുകൊണ്ട് മറ്റെല്ലാ ശിഷ്യന്മാരെക്കാൾ വാത്സല്യാധിക്യം കൊണ്ട് തന്നെയെങ്കിലും ഇയാളെ കൂടുതൽ കഠിനമായി ശിക്ഷിച്ചിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഓരോ രക്ഷകർത്താവും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് അതിലുണ്ട്. പിന്നീട് ഇയാൾ പല ദിവസവും ആലോചിച്ചു, മറ്റെല്ലാവരെക്കാളും ഞാൻ മിടുക്കനാണ്. അന്ന് 11 വയസ്സേ ഉള്ളൂ സുകുമാരന്. അദ്ദേഹം പറഞ്ഞു, കൂട്ടുകാരുമൊക്കെ ആയിരുന്നു ആലോചിച്ച് നോക്കി, എല്ലാവരും പറയുന്നതിനേക്കാൾ ഉത്തരം കൃത്യമായി പറയുന്നു, കൂടുതൽ അധ്വാനിക്കുന്നു, ഗുരുകുലവാസത്തിൽ ഗുരുവിന് വേണ്ടതെല്ലാം ചെയ്യുന്നു, എന്നിട്ടും ഗുരു കഠിനമായിട്ട് എന്നെ ശിക്ഷിക്കുന്നു. ഒടുവിൽ അദ്ദേഹത്തെ ഈ 11 വയസ്സേ ഉള്ളൂ, സഹിക്കാൻ ഉള്ള ആരോഗ്യം ഇല്ലാതെ വന്നു. അതുകൊണ്ട് അദ്ദേഹം അവസാനം ഗുരുവിനെ കൊല്ലാമെന്ന് തന്നെ തീരെ സഹികെട്ടപ്പം തീർച്ചപ്പെടുത്തി. 2 മുറി ഉള്ള ഒരു ചെറിയ പൂര, അതാണ് ഗുരുവിൻ്റെ വാസസ്ഥാനം. അതിൻ്റെ ഒരു പകുതി ഭാഗം കുട്ടികളിരിക്കുന്ന സ്ഥലം, ബാക്കി ഗുരുവും ഭാര്യയും കഞ്ഞിവയ്പ്പും കാര്യവും ഒക്കെ നടത്തുന്ന സ്ഥലം. കൈതത്തടികൾ കൊണ്ട് അതിനൊരു മേൽ തട്ടിട്ടിരുന്നു. ഇദ്ദേഹം വിചാരിച്ചു, ഈ കൂടെ ഉള്ള 10-11 കൂട്ടുകാരും മറ്റാളുകളും ആരും കാണാതെ ഇതിലൊരു ചെറിയ കല്ല്, എടുക്കാവുന്ന ഒരു കല്ല് മുകളിൽ ഉരുട്ടി കയറ്റിക്കൊണ്ട് വയ്ക്കണം.
എന്നിട്ട് രണ്ട് കൈതത്തടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ കൃത്യമായിട്ട് അത് ഗുരുവിൻ്റെ തലയിൽ വീണ് മരിക്കണം എന്ന് അദ്ദേഹം ധരിച്ച് അതെല്ലാം ചെയ്തു വച്ചു ഏകദേശം. എന്നിട്ട് വീണ്ടും എന്തോ ഒരു നിയോഗം പോലെ ഗുരുവിനോട് വന്ന് ചോദിച്ചു, ഗുരുവേ, ഗുരു വളരെ സ്നേഹിക്കുന്ന ഒരു കുട്ടി, ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടി, അയാളെ നന്നാകുന്നാനോ അതോ വൈരാഗ്യമുണ്ടോ എന്തോ ആയിക്കോട്ടെ, ആ കുട്ടി എന്നാലും ഗുരുവിനെ കൊല്ലാൻ ശ്രമിച്ചാൽ അതിനെന്താണ് ശിക്ഷ? ഗുരു പറഞ്ഞു, അങ്ങനെ ഒരുത്തൻ ചിന്തിച്ചാൽ അത് ചെയ്യേണ്ടത് ഒരു കഴുത്തോളം ആഴമുള്ള ഒരു കുഴിയെടുത്ത് അതിൽ ഉമിത്തിയിട്ട് ഈ ആളിനെയും നിർത്തിയിട്ട് അതിൻ്റെ അടിയിൽ തീ വയ്ക്കണം, അങ്ങനെ അവൻ നീറി മരിക്കണം എന്ന് പറഞ്ഞു തീരുമ്പോൾ ഗുരുവിനൊരു ചിന്ത പോയി. ഒരുപക്ഷെ ഇവൻ തന്നെയാണോ ഈ പറഞ്ഞ ആള്? ഉടൻ തന്നെ അദ്ദേഹം തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു പറഞ്ഞു, സുകുമാരനാണെങ്കിൽ അതൊന്നും വേണ്ട, സുകുമാരൻ അങ്ങനെ ചിന്തിച്ചതിൽ യാതൊരു തെറ്റുമില്ല എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നു. പക്ഷേ അതോടുകൂടി സുകുമാരൻ അങ്ങ് മാറി. അന്നത്തെ ദിവസം കഴിഞ്ഞു. അയാൾ മറ്റേ ഈ കല്ലിനെയൊക്കെ മാറ്റി വെച്ചു. അടുത്ത് ഒരു 4 ദിവസം അവധിയായിരുന്നു. ഇത് കഴിഞ്ഞപ്പം അടുത്തുള്ള ഒരു കുന്നിൻപുറത്ത് സുകുമാരനൊരു കുടിയെടുത്തു. ബാക്കി കൂട്ടുകാരെല്ലാം വന്നിരിക്കാൻ പറഞ്ഞു. അതിൽ ഈ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു. അങ്ങനെ സുകുമാരൻ എഴുതിയതാണ് നമ്മുടെ ഇന്നത്തെ ശ്രീകൃഷ്ണ വിലാസം കാവ്യം. അത് ഓരോന്ന് ശ്രീകൃഷ്ണനെ പറ്റി എഴുതി ഏകദേശം ഒരു 80% ആയപ്പോഴത്തേക്കും ഈ തീ വളരെയധികം മുകളിലോട്ട് വ്യാപിക്കുകയും അദ്ദേഹത്തിൻ്റെ നാക്ക് പൊങ്ങാതെ ആവുകയും ചെയ്തു. അങ്ങനെ ആൾ മരിക്കുന്നു. നമ്മുടെ ഒരു ശ്രീകൃഷ്ണവിലാസം കാവ്യം അതാണ്. അപ്പോഴത് ഇതിൽ നിന്ന് ഞാൻ മറ്റു പല ആളുകളും ഒക്കെ കൂടെ പിന്നീട് പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഇത് ഗുരുവിൻ്റെ കഠിനമായ ശിക്ഷണങ്ങൾ പണ്ടത്തെ ഒരുപാട് വിദ്യാർത്ഥികളെ ദോഷപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ വിദ്യാഭ്യാസം എന്തൊക്കെയാണെങ്കിലും ദോഷങ്ങളും കുറവും ഉണ്ടെങ്കിലും ഇത് ഈ രീതിയിൽ ചിട്ടപ്പെട്ട് വന്നത് പാശ്ചാത്യരുടെ വരവോടുകൂടിയാണ്. അതുകൊണ്ട് ഈ കഠിനമായ കാലാകാലങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങളെ ഉൾക്കൊള്ളാതെ ഉള്ള അടിച്ചേൽപ്പിക്കൽ നയങ്ങൾ മറ്റവരുടെ ജീവിതത്തെ വരെ നശിപ്പിക്കുന്നു. അത് ഓരോ ഗുരുവും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഒരു കൊച്ചു കാര്യം കൂടെ 5 മിനിറ്റ് കൊണ്ട് തീർക്കാം. ഈ എഴുത്തച്ഛൻ, നമ്മുടെ രാമായണ കർത്താവ്, ഇത്രയും മനോഹരമായ ഭാഷാശൈലിയുള്ള ലോകത്ത് ഒരു കവിയുമില്ല. രാമായണത്തിൻ്റെ ഓരോ പദങ്ങളും മധുരമാണ്, മധുരതരമാണ്. ഈ എഴുത്തച്ഛൻ വാൽമീകി രാമായണം എഴുതി, അതിനെ അല്ല വ്യാസൻ എഴുതിയതാണ് അധ്യാത്മ രാമായണം. നമ്മളെല്ലാവരും മനസ്സിലാക്കണം. എൻ്റെ കയ്യിൽ എല്ലാ റെക്കോർഡുകളും ഉണ്ട്, അതിൻ്റെ ഗ്രന്ഥങ്ങളുണ്ട്. വ്യാസൻ എഴുതിയ രാമായണമാണ് നമ്മൾ ഈ വായിക്കുന്ന തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ രാമായണം. വാൽമീകി രാമായണത്തിൻ്റെ ട്രാൻസ്ലേഷൻ അല്ല. അപ്പോൾ ഈ എഴുതിയ വ്യാസഭാരതം എന്ന് പറയുന്നത് വേറെ ഭാരതം ആരും എഴുതിയിട്ടില്ല, എങ്കിലും അതിനെങ്ങനെ പറയും? അതുപോലെ വ്യാസരാമായണമുണ്ട്. ആ രാമായണത്തിൻ്റെ ട്രാൻസ്ലേഷനാണ് ഈ നമ്മുടെ എഴുത്തച്ഛൻ എഴുതിയ അധ്യാത്മ രാമായണം. അപ്പോൾ ഇത് എഴുത്തച്ഛൻ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് പല ആളുകളുമായിട്ടും ആലോചിച്ചു. ഇതിൻ്റെ ആ ശുദ്ധമായ ഉദ്ദേശങ്ങളും ഭക്തിയും ചോർന്നു പോകാതെ എഴുതുന്നതിന് വേണ്ടി ആരെ ചെന്ന് കണ്ടാൽ പ്രയോജനം ഉണ്ടാകും. അപ്പോഴങ്ങനെ പല ദിവസവും അദ്ദേഹം ആലോചിച്ചിട്ടും ഒരാളിനെ കിട്ടിയില്ല, ഈ രാമായണത്തിൻ്റെ തത്വങ്ങൾ അറിയുന്ന ആളാര് എന്ന്. അങ്ങനെ ഇരിക്കെ അദ്ദേഹം വടക്കുംനാഥ ക്ഷേത്രത്തിൽ, തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഭജനമിരുന്നുവെന്നും പല ദിവസമായി ആരെയും കണ്ടുമുട്ടിയില്ല. അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഒരു കാര്യം ചെയ്തു. ഒരു പനയോലയിൽ വേത്തി ആര് അറിയുന്നു ഈ രാമായണ രഹസ്യം എന്ന് എഴുതി ആ വ്യാസപൂജ ഇപ്പോഴും വ്യാസമണ്ഡപവും ഒക്കെ ഉണ്ട് ഈ തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ. അവിടെ ഈ നാരായവും പനയോലയും അവിടെ വച്ചിട്ട് പോയി എന്നും കുറച്ച് ദിവസം കഴിഞ്ഞ് ഇദ്ദേഹം വീണ്ടും നിത്യ സന്ദർശനമെല്ലാം കഴിഞ്ഞിട്ട് അതിൽ നോക്കുമ്പം അതിൽ ഒരു ശ്ലോകം ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നതായിട്ട് കണ്ടു എന്നും അത് വടക്കുംനാഥൻ തന്നെയാണ് ആ പനയോലയിൽ നാരായൺ കൊണ്ട് എഴുതി വച്ചത് എന്നാണ് സങ്കല്പം. അതിൽ പറഞ്ഞിട്ടുള്ളത് അഹം വേദ്മി. ഭഗവാൻ പറയാണ്, എനിക്കറിയാം. കാരണം നമ്മുടെ രാമായണം തന്നെ ആദ്യ ഭാഗം നമ്മൾ വായിച്ചു നോക്കിയാൽ അറിയാം, ഈ അത്യന്തം രഹസ്യമായുള്ള രാമായണ തത്വം ആദ്യം ഉപദേശിക്കുന്നത് ശ്രീ മഹാദേവനാണ്, അല്ലെങ്കിൽ നമ്മുടെ ശിവനാണ് ഇത് ഉപദേശിക്കുന്നത് ഭാര്യയോടുകൂടി. അത്യന്തം രഹസ്യമായ ഈ രാമായണ തത്വം. അതുകൊണ്ടാണ് നമ്മൾ സദാശിവ സമാരംഭം, എല്ലാ അറിവുകളുടെയും ആരംഭം
സദാശിവനിൽ നിന്നാണ്. സദാശിവൻ എല്ലാവർക്കും എപ്പോഴും മംഗളം തരുന്നതാണ്. അതാണ് സദാശിവ സമാരംഭ. പിന്നെ ശങ്കരാചാര്യ മധ്യമാം. പിന്നീട് ഈ ഹിന്ദുത്വത്തിന്റെ അറിവുകളെയെല്ലാം വളരെ ആളുകളിലേക്ക് പകർന്നത് ശങ്കരാചാര്യൻ. എന്നിട്ട് അടുത്ത വരി അസ്മദാചാര്യ പര്യന്തം. അതുമുതൽ ഈ രണ്ടുപേരും കഴിഞ്ഞ് എൻ്റെ ഇന്നത്തെ ആചാര്യൻ വരെയുള്ള എല്ലാ ഗുരുപരമ്പരകളെയും ഞാൻ വന്ദിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അതിൽ എഴുതി വച്ചിരുന്നത് അഹം വേദ്മി, പരമശിവൻ എഴുതി വെച്ചിരുന്നതാണ് ആ പനയോലയില്. എനിക്കറിയാം രാമായണ രഹസ്യം. ശുകം വേത്തി, വ്യാസന്റെ മകനാണ് ശുകൻ. ശുകനാണ് ആദ്യമായിട്ട് ഭാഗവത സപ്താഹം നടത്തിയിട്ടുള്ളത്. ആ ശുകനറിയാം ഈ പറഞ്ഞ രാമായണത്തിന്റെയും രഹസ്യം. കാരണം ഈ രാമായണവും എഴുതിയിട്ടുണ്ട്, അധ്യാത്മ രാമായണവും എഴുതിയിട്ടുണ്ട് വ്യാസൻ. അങ്ങനെ അഹം വേദ്മി ശുകം വേത്തി. അടുത്തത് വ്യാസോവേത്തി, വ്യാസനറിയാം. കാരണം വ്യാസനാണ് ഇതിന്റെ എല്ലാത്തിന്റെയും ലോക ഗുരു. നാരദനറിയാം ഇതിന്റെ രഹസ്യം. പിന്നെ ഇന്നത്തെ കാലത്ത് ശ്രീധര സകലം വേത്തി, എല്ലാ കാര്യവും അറിയാവുന്നവര് ശ്രീധരാചാര്യനുണ്ട്. അതിലെഴുതിയിരുന്നതിന്റെ അർത്ഥമാണ്. അതാണ് രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട്, ശ്രീധരാചാര്യൻ താനും പറഞ്ഞത്. ആ ശ്രീധരൻ ഇതെല്ലാം അറിയുന്നു. അടുത്ത ദിവസം മുതല് എന്തുകൊണ്ട് ശ്രീ നൃസിംഹ പ്രചോദയാൽ, ആ വടക്കുന്നാഥ ക്ഷേത്രത്തിനകത്തുള്ള നരസിംഹസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ഈ ഒരു ശ്രീധരാചാര്യർക്കും ഇതറിയാം എന്ന് മനസ്സിലാക്കിയിട്ട് ഉടൻ തന്നെ അദ്ദേഹം ഈ നമ്മുടെ എഴുത്തച്ഛൻ ശ്രീധരാചാര്യരെ ചെന്ന് നമസ്കരിക്കുന്നു, കണ്ട് ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നു. എന്നിട്ടാണ് ഈ രാമായണം എഴുതുന്നത്. അതുപോലെ അതിലും ഈ നമ്മുടെ ഇതിന്റെ എല്ലാം ഗുരുവായിട്ട് പറഞ്ഞിരിക്കുന്നത് വ്യാസനെ തന്നെയാണ്, ആദ്യ ഗുരു. അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ഈ എഴുത്ത് വിദ്യകൾ, അത് എഴുത്തിൽ കൂടി അക്ഷരത്തിൽ കൂടിയും ഒക്കെയാണ് ഈ സംസ്കാരം മുഴുക്ക ഇതുവരെ നിലനിന്നത്. നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഈ എഴുതാനുള്ള കഴിവ് ഇപ്പോൾ അടുത്ത കാലത്ത് ഈ നമ്മുടെ ഇന്നത്തെ ഈ വിദ്യാഭ്യാസം കൊറോണ വഴി മാറിയത് കൊണ്ട് ഇനി കുട്ടികൾക്ക് എഴുത്ത് വരെ വേണമോ വേണ്ടയോ എല്ലാം കമ്മി എന്നുള്ള ചർച്ചകൾ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ട് ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൽ കൂടി മതിയോ? അപ്പോൾ കുട്ടിക്ക് എഴുത്തറിയണമെന്നില്ല. അപ്പോൾ ഇപ്പം ഈ നമ്മുടെ കമ്പ്യൂട്ടർ സെന്ററുകളിലെ ആചാര്യർ വലിയ ആളുകൾക്ക് ഒന്ന് രണ്ട് തകരാറുകളുണ്ട്. അവര് ആ ലയനിലേക്ക് അങ്ങ് മാറിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നിൽക്കുന്നവരെ പോലും അവർക്ക് ഓർമ്മയില്ലാത്ത രീതിയിൽ ആ ശ്രദ്ധകൾ മാറുന്നു. അതുപോലെ ഫോണിന്റെ അതിപ്രസരം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അപ്പോൾ ഈ അക്ഷരം പറ്റി മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത്, ഞാൻ അക്ഷരത്തെ ഗുരുവിനെ പോലെ സ്നേഹിക്കുന്നുവെന്നാണ്. ഈ അടിമകളുടെ നേതാവായ സ്പാർട്ടക്കസ് എന്നൊരാളുണ്ടായിരുന്നു. അയാള് 3ാം ക്ലാസ്സിൽ മകനെ ചേർക്കാൻ കൊണ്ടുപോയപ്പോൾ പറഞ്ഞ വരികളുണ്ട്, അക്ഷരം അഗ്നിയാണ് എൻ്റെ മോനെ, അജ്ഞത ശാപമാണ് എൻ്റെ മോനെ. അപ്പോഴങ്ങനെ പിന്നീട് ലോകം കിടുക്കി ഭരിച്ച ആ മകനെ കൊണ്ടുപോകുമ്പോൾ അച്ഛൻ പറഞ്ഞു കൊടുത്ത വരികൾ ഇങ്ങനെയാണ്, അക്ഷരം അഗ്നിയാണ് എൻ്റെ മോനെ, അതുകൊണ്ട് നീ അക്ഷരം പഠിക്കണം, വിമുഖത കാണിക്കണ്ട, പുറത്തോട്ട് വിളിക്കണ്ട, അജ്ഞത ശാപമാണ് എൻ്റെ മോനെ. ആ അക്ഷരം ഇനി ക്രമേണ നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം ഒരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ ഈ എഴുത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുക. വടിവൊത്ത അക്ഷരം ഏറ്റവും നല്ലതാണ്. ലിഖാവട്ടെ നമൂന എന്ന് പറഞ്ഞൊരു വലിയ പുസ്തകം ഹിന്ദിയിൽ അടിച്ചിറക്കിയിട്ടുണ്ട്. മഹാന്മാരുടെ കൈയക്ഷരങ്ങൾ, മഹാത്മാഗാന്ധിയും ബല്ലയും ഒക്കെ ഉണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ളതും അങ്ങനെയാണ്. ആ ഈശ്വരനെ പോലെയാണ് ഈ അക്ഷരത്തെ ഈ മഹാത്മാക്കൾ സ്നേഹിച്ചിരുന്നത് എന്നാണ്. അക്ഷരം എന്ന വാക്കിന്റെ അർത്ഥം ക്ഷരമില്ലാത്തത്, ലോകത്ത് ഒരു കാലത്തും നശിക്കാത്തത്, ആ നിത്യം എന്നാണ് അതിൻ്റെ നിത്യവും ഉള്ളത് എന്നാണ് എൻ്റെ അർത്ഥം. ബാക്കിയെല്ലാം നശിക്കുന്നു, ഇത് അങ്ങനെയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു കാലഘട്ടം നമുക്ക് ഒരുപാട് ദോഷങ്ങൾ പറ്റി. അതുകൊണ്ട് കുട്ടികൾ കഴിയുന്നതും ഇത് മനസ്സിലാക്കണം. ഇപ്പം നമുക്ക് ഒരു ഇൻ്ററാക്ഷൻ എന്ന് പറയും, മെൻ്റൽ ഇൻ്ററാക്ഷൻ വളരെ കുറഞ്ഞിരിക്കുകയാണ്. കാരണം ഫോണിൽ കൂടി കുട്ടിയെ പഠിപ്പിക്കുന്നു. അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഒന്ന്, ശ്രദ്ധകൾ വളരെ പെട്ടെന്ന് മാറിപ്പോകും. അതുകൊണ്ടാണ് പണ്ട് തന്നെ വളരെ ആലോചിച്ച ശേഷമാണ് 40 മിനിറ്റ് ഓരോ പീരീഡാക്കി വെച്ചിട്ടുള്ളത്. അത്രയും കഴിയുമ്പം സാധാരണക്കാർക്ക് നമുക്ക് ആ ശ്രദ്ധ മാറിപ്പോകും. പിന്നെ വളരെ താല്പര്യമുള്ള കാര്യങ്ങളിൽ ചിലർക്ക് മാത്രം ഒരുപാട് മണിക്കൂർ സംസാരിച്ചുകൊണ്ടിരുന്നാലോ TV കണ്ടുകൊണ്ടിരുന്നാലോ നൃത്തം കണ്ടുകൊണ്ടിരുന്നാലോ മനസ്സ് നിൽക്കും. അതുകൊണ്ട് ആ ഒരു രീതിയും ഇപ്പം മാറി. അങ്ങനെ ഒരുപാട് ദോഷങ്ങൾ ഇപ്പം ഉള്ള കാലത്ത് നമ്മളെല്ലാവരും കൂടി അടുത്ത തലമുറയെ വളരെയധികം ശ്രദ്ധിച്ച് കൊണ്ടുവരുമ്പോൾ അവരുടെ ഈ അക്ഷരം, കൈയക്ഷരത്തിന് പണ്ട് മാറിക്കൊണ്ട് ഇപ്പം അതില്ല. ഇപ്പോഴത്തെ ഈ പേപ്പർ നോക്കിനെ പറ്റി +2 ആരെങ്കിലും പേപ്പർ നോക്കാൻ പോയിട്ടുള്ള ആളുകൾ ഇവിടെ ഏതിലെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം. ഇപ്പൊ എങ്ങനെയാണെന്നറിയോ, 15 അതിന്റെ സത്യാവസ്ഥ 15 ക്വസ്റ്റ്യൻ
ഈ 15 ക്വസ്റ്റ്യനിൽ നമ്മൾ ആ പടെ 5 എണ്ണം എഴുതിയാൽ മതി ഫുൾ മാർക്ക്. പക്ഷേ കുട്ടിക്ക് ഈ 15 എഴുതാൻ ഇപ്പം എല്ലാത്തിലും മാർക്കിടാം, പക്ഷേ ആകെ 150 കൂടി കൂടന്നേ ഉള്ളൂ. അങ്ങനെയാണ് ഇപ്പോഴത്തെ രീതി. കാര്യം മനസ്സിലായോ നടന്നുകൂടാ. മുമ്പ് അങ്ങനെയല്ല, നമുക്ക് ഇതിൽ നിന്ന് 5 എണ്ണമേ എഴുതാവൂ, അതിൽ നിന്ന് പാസ് മാർക്ക് കിട്ടണം. ഇപ്പൊ അങ്ങനെയല്ല. അങ്ങനെയാണ് ആ ബാലരാമപുരം സ്കൂളിൽ വെച്ച് പേപ്പർ നോക്കുന്നത് +2-ന്റെ. അടുത്തത് സാംബശിവൻ കഥാപ്രസംഗക്കാരനെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇദ്ദേഹം പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു ഫലിതം, അത് 100% വാസ്തവമാണെന്ന് ഞാൻ ഒരുപാട് വർഷം ഈ പരീക്ഷയുടെ ഒരാളായിരുന്നപ്പോൾ എനിക്കറിയാം. സാംബശിവൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ വീട്ടിൽ വളർത്തുന്ന ഒരു മൃഗത്തിന്റെ പേരെഴുതുക, 2 മാർക്ക്, 2 അക്ഷരമുള്ളത്. അപ്പോൾ ഒരു കുട്ടി എഴുതുന്നു പന. വീട്ടിൽ വളർത്തുന്ന ഒരു മൃഗത്തിന്റെ പേരെഴുതുക, കുട്ടി എഴുതുന്നു പന. അപ്പോൾ ഇപ്പോഴത്തെ ഈ പാർഷ്യൽ മാർക്കുകൾ ഉള്ളതുകൊണ്ട് ഈ പാ എഴുതിയാലും പട്ടി എന്നുള്ളതിൻ്റെതായിരിക്കാം, അല്ലെങ്കിൽ പശു എന്നുള്ളതിൻ്റെ ആയിരിക്കാം. അതുകൊണ്ട് കുട്ടിക്ക് 2ൽ 1 മാർക്കിട്ടേ തീരൂ, ഇല്ലെങ്കിൽ ഇവനകത്താവും. രണ്ടാമത്തത് ന എന്നുള്ളത് ബാക്കി അടയാളമൊന്നും വേണ്ട, അത് മാത്രം എഴുതിയിരുന്നുവെങ്കിൽ 2 മാർക്കിന് 2 കൊടുക്കണം. അപ്പോൾ ഈ കുട്ടിക്ക് 2ൽ 3 മാർക്കും കിട്ടി. അപ്പോഴതിടാൻ പറ്റാത്തത് കൊണ്ടാണ് ഇയാൾ ഈ 2നെ ഇട്ടിട്ട് മാറ്റി വെച്ചിരിക്കുന്നു. അവസാനം റാങ്ക് ഇയാൾക്കേ കിട്ടും. അപ്പോഴങ്ങനത്തെ ഞാൻ പറഞ്ഞതിൻ്റെ ആ സാരഥ്യം മനസ്സിലായല്ലോ. അപ്പോൾ ഇതായിരുന്നു ഇത് ഇപ്പോഴത്തെ ബാലരാമപുരം സ്കൂളിൽ വെച്ച്, അല്ലെങ്കിൽ അയൽ പല സ്ഥലങ്ങളിൽ വെച്ച് +2 ഗവൺമെന്റിന്റെ തന്നെ അല്ലാതെ എന്നാൽ രക്ഷയില്ല. ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പം 99% കാര്യങ്ങളൊക്കെ കൂടെ ഈ SSLC ഒക്കെ നോക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ അതിനെ കുറ്റം പറയുകയല്ല, ഇന്നതിൽ കൂടുതൽ കുട്ടികൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ എത്തിപ്പോയി. അതുകൊണ്ട് നമ്മൾ അതിനെ എന്നും നിലനിൽക്കുമെന്ന് വിചാരിക്കുന്ന ഈ അവസ്ഥയെല്ലാം മാറും. അപ്പോൾ നമ്മൾ പണ്ടത്തതുപോലെ കർശനം വേണ്ട, എങ്കിലും ഈ വിദ്യാഭ്യാസത്തിന്റെ രീതികളൊക്കെ മാറിപ്പോയി. കഴിയുന്നിടത്തോളം മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കാനും ആ സൽസ്വഭാവങ്ങളെ നമ്മൾ ഈ ഒരു ഡയറക്റ്റ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നതാണ്. ഇപ്പൊ നമുക്ക് ഒരു കഥകളി ചെണ്ടകൊട്ടുന്ന ആളിനോ ഒരു ഡാൻസുകാരിയെ വിളിച്ച് ഈ മരിച്ചിന് വിളയിൽ നിന്ന് വിളിക്കണം വരെ ഡാൻസ് ചെയ്യുക, നിങ്ങൾക്ക് 30,000 രൂപയാണ്, ഞാൻ 1,00,000 രൂപയാണെന്ന് പറഞ്ഞാൽ അവർക്കത് ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ട്? ആ തിരിച്ചുള്ള ഹ്യൂമൻ ഇന്ററാക്ഷൻ ഇവരിൽ ഒരു റിഫ്ലക്സീവ് ആക്ഷൻ ഉണ്ടാക്കുന്നു. അതില്ലാത്തത് കൊണ്ട് ഇവർക്ക് സാധിക്കില്ല. അതേസമയം അവർ ആഹാരം കഴിച്ചില്ലെങ്കിലും മനുഷ്യർ ധാരാളം ഒരു കണ്ടോണ്ടിരിക്കുന്നിടത്താണെങ്കിൽ 1 മണിക്കൂറുകൾ നിൽക്കും. അങ്ങനെ ഒരു എനർജി തിരിച്ചുണ്ടാകും. അപ്പോഴത് ഇപ്പോഴും ഈ കുട്ടികളിൽ നിന്ന് നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഇവരെ ഒരുപാട് നേരം കൂടുതൽ നമ്മൾ ഫോണിൽ കൂടി ശ്രമിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ആ ശ്രദ്ധ മാറിപ്പോകും. ബാക്കി ഒരുപാട് ആ സ്ലോനെസ്സുകൾ വന്നു കളയും. അതുകൊണ്ട് അതെല്ലാം ഞാൻ സമയം ഒരുപാട് അപകരിച്ച് കളഞ്ഞു.